ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു റിയാക്ഷൻ വീഡിയോ ആണ്. ഇതിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞേക്കാം, ഇത് ആരെയും കുറ്റപ്പെടുത്താനും അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല. നമ്മൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന കാര്യങ്ങൾ അതൊക്കെ കണ്ടിട്ട് എങ്ങനെയാ കണ്ടില്ല എന്ന് നടക്കണേ, അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ ഇടുന്നത്. ഇന്ന് ഞാനിവിടെ പറയുന്നത് രേണുസുതിയെ പറ്റിയിട്ടാണ്. രേണുസുതി, കൊല്ലം സുധിയുടെ വൈഫ് രേണുസുതി. അവരുടെ റീൽസോ വീഡിയോസോ ഫോട്ടോഷൂട്ടോ ഒക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അതിന് കുറെ വിമർശനങ്ങളും അവർ കേൾക്കുന്നുണ്ട്. അവരുടെ വീഡിയോസിനും അവരുടെ ഇന്റർവ്യൂസിനും ഫോട്ടോഷൂട്ടിനും ഒക്കെ വിമർശിച്ചുകൊണ്ട് ഒരു കൂട്ടം കുലസ്ത്രീകളും കുലപുരുഷന്മാരും നമ്മുടെ സമൂഹത്തിലുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു വ്യക്തി റീച്ച് ആയിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് ഇന്റർവ്യൂസ് ആയി, ബാക്കിയുള്ള കാര്യങ്ങളായി, അതിനെ ചൊല്ലിക്കൊണ്ട് കുറെ വിമർശനങ്ങളായി, വീഡിയോസുകളായി. അങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പോക്ക്. ഞാനിപ്പോ എപ്പോ യൂട്യൂബ് ഓപ്പൺ ചെയ്താലും ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്താലും രേണുസുതിയുടെ വീഡിയോസ് എവിടെയെങ്കിലും ഉണ്ടാവും. രേണുസുതിനെ ചീത്ത പറഞ്ഞോണ്ടോ അല്ലെങ്കിൽ അവർ വിമർശിച്ചോണ്ടോ ഒക്കെ വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കണ്ട് മടുത്തു. കൂടുതലും കമന്റ്സ് ആണ് കേട്ടോ. കമന്റ്സ് എന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ല. വളരെ മോശമായ രീതിയിലാണ് അവരെ പറ്റിയുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ ഇടുന്നത്. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. രേണുസുതി എന്ന വ്യക്തി അവര് നമ്മളെ പോലൊരു മനുഷ്യൻ തന്നെയാണ് അല്ലെ. അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. ഞാൻ ഈയിടെയായിട്ട് രേണുസുതിയുടെ കുറച്ച് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ആയിട്ടുള്ള കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്നിട്ടുള്ള കുറച്ച് കമന്റ്സ് ഒക്കെ ഞാൻ നോട്ട് ചെയ്തു. ഒത്തിരി കമന്റ്സ് ഉണ്ട്. അതിൽ ചില കമന്റ്സ് ഒക്കെ ഞാൻ ഇതിൽ കൊടുക്കാം. അപ്പൊ എന്തായാലും നമുക്ക് ആ വീഡിയോസ് ഒക്കെ ഒന്ന് ഞാനിതിൽ പ്ലേ ചെയ്യാം. നിങ്ങളൊന്ന് കണ്ടു നോക്കും. എങ്ങനെയാണ് ഈ ബോഡി ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് വണ്ണം വെച്ചാണ്. എന്റെ ഫോട്ടോസ് ഒരുപാട് ഫോട്ടോസ് ഞാൻ ഇട്ടിട്ടുണ്ടോ എന്ന് അറിയാം. പണ്ടത്തെ ഫോട്ടോസ് ഉണ്ട്. വണ്ണം വെച്ചാണ് ഡെലിവറി കഴിഞ്ഞ്. അപ്പൊ വണ്ണം വെച്ച് വന്നപ്പോൾ യോഗ കാര്യങ്ങൾ പ്രാക്ടീസ് ഒക്കെ ചെയ്ത സമയമുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അധികം ഞാൻ ഫുഡ് കഴിക്കത്തില്ല. വിശപ്പുണ്ടാകും, പക്ഷെ അധികം കഴിക്കത്തില്ല. പിന്നെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ചിക്കൻ മാത്രം ഇങ്ങനെ ഒരാഴ്ച അടുപ്പിച്ച് കഴിക്കാന്ന് വെച്ചപ്പോൾ വണ്ണം വെക്കുന്ന എനിക്ക് തോന്നി. അപ്പൊ ഞാൻ പിന്നെ അത് വേണ്ട, വണ്ണം കുറച്ചു. അതുപോലെ എനിക്ക് പൊക്കം അധികം ഇല്ല, നല്ലതായിട്ട് പൊക്കക്കുറവാണ്. അപ്പം വണ്ണം വെച്ച് എന്റെ തന്നെ ചിന്തയാണ് ഞാൻ ഉരുണ്ടു പോകും. ആ ഒരു കൺസെപ്റ്റ് എനിക്ക് വന്നു. ഈ ഒരു വീഡിയോക്ക് കുറച്ച് കമന്റ്സ്, ബാഡ് കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വളരെ മോശമായിട്ടുള്ള കമന്റ്സ് ആട്ടോ ഇട്ടിരിക്കുന്നത്. അത് നമുക്ക് ആർക്കാണെങ്കിലും ഒന്ന് ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് വായിക്കുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. അതുപോലുള്ള കമന്റ്സ് ആണ്. അതെ, ഫസ്റ്റ് കമന്റ് ആണ് ഇത്. ഈ എല്ലിൽ എവിടെയാണ് ഇനി വണ്ണം വെക്കാനെന്ന് ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്. അവരെന്താ അങ്ങനെ ഉദ്ദേശിച്ചെന്ന് അറിയില്ല. നമ്മൾ മനുഷ്യരെല്ലാം വ്യത്യസ്തരാണല്ലേ. ശരിക്കും പറഞ്ഞാൽ കുറച്ച് പേര് മെലിഞ്ഞിരിക്കും, കുറച്ചൊരു വണ്ണം വെച്ചിരിക്കും, ചിലർ അതിന്റെ ഇടയ്ക്ക് നിൽക്കും. അങ്ങനെയാണ്. ഇത് ഒരു കണക്കിന് പറഞ്ഞൊരു ബോഡി ഷെയ്മിങ് ആണ്. അടുത്തൊരു കമന്റാണിത്. കഴിക്കാൻ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലേ കഴിക്കാൻ പറ്റുമെന്ന്. അതെന്താ, അവരെന്താ ഇത്രയും നാൾ പട്ടിണി കിടന്നാണോ ജീവിച്ചത്? അവര് കഷ്ടപ്പെടുന്നുണ്ട്, അവര് ജോലിക്ക് പോകുന്നുണ്ട്, അവര് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അവർ ആഹാരം കഴിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ അല്ലേ? ഇതിലെന്താ അവർ പറയുന്നത്? അവരുടെ ഒരു കൺസെപ്റ്റാണ്, ഫുഡിനെ പറ്റിയുള്ള ഒരു കൺസെപ്റ്റ്. പിന്നെ അവർ ഫുഡ് കഴിക്കുന്ന ഒരു രീതി. ഇതിനെ മാത്രം വിമർശിക്കാൻ ഇപ്പൊ എന്താ അതിലുള്ളതെന്ന് എനിക്ക് മനസ്സിലായില്ല. അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ് അതിൽ പറഞ്ഞത്. നമ്മൾ എന്തിനാണ് അതിന് ഇങ്ങനെ ഒരു ബാഡ് കമന്റ്സ് ഇടുന്നതെന്ന് അറിയില്ല. ഞാൻ ആ ഒരു കമന്റ്സ് കണ്ടപ്പോ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഇങ്ങനെയൊക്കെ പറയാവോ ഒരാളെ? അത്രയ്ക്കും വളരെ മോശമായിട്ട് ആണ് പറയുന്നത്. അവരിത് കമന്റ്സ് കാണുന്നുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ എനിക്ക് കണ്ടപ്പോൾ ശരിക്കും ബുദ്ധിമുട്ടുണ്ടായി. ഈ കമന്റ്സ് ഇട്ട ആളാണോ തീരുമാനിക്കുന്നത്? അവരുടെ വീട്ടിൽ ആഹാരമുണ്ട്, അവർ കഴിക്കുന്നുമുണ്ട്, അവർ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അവർ ആഹാരം കഴിക്കുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അതിന് ഇങ്ങനെയൊക്കെ കമന്റ്സ് ഇടേണ്ട കാര്യമുണ്ടോ? ഒന്ന് ബോഡി ഷെയ്മിങ്, പിന്നെ അത് കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിലെ കാര്യങ്ങളെ പറ്റിയിട്ട് കുറ്റം പറയല്. ഇത് എന്തൊരു ലോകമാണ്, ഇത് എന്തൊരു സമൂഹമാണെന്നാണ് ഞാൻ ഓർക്കണേ. ഇത്രയ്ക്കും അവരെ കുറ്റപ്പെടുത്താനായിട്ട് എന്താ അവർ ചെയ്ത് തെറ്റ്? ഒരു ഹസ്ബൻഡ് മരിച്ചു കഴിയുമ്പോൾ അതിനെ ചൊല്ലി വീട്ടിൽ ഒതുങ്ങി കൂടണമെന്നൊരു കൺസെപ്റ്റ് പണ്ട് കാലത്ത് ഉണ്ടായിരിക്കാം. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ അങ്ങനെ ഭർത്താക്കന്മാര് മരിച്ചു കഴിയുമ്പോൾ ഒതുങ്ങി കൂടി ജീവിക്കണം എന്ന കൺസെപ്റ്റ് ഒന്നും ഇല്ല. നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ള നമ്മുടെ ഇഷ്ടമാണ്. അത് മറ്റുള്ളവർ തീരുമാനിക്കുന്നതല്ല. നമുക്കൊരു ലൈഫുണ്ട്. അത് നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ നല്ല രീതിയിൽ കഷ്ടപ്പെടണം. അവരുടെ ഇഷ്ടമാണ് അവരെങ്ങനെ ജീവിക്കണമെന്ന്. അത് നമ്മൾ കുറച്ചുപേര് കുറ്റം പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യമില്ല. സത്യം പറഞ്ഞ ബോഡി ഷെയ്മിങ് പറയുന്ന വലിയൊരു കുറ്റമാണ് കേട്ടോ. അങ്ങനെ ഒരിക്കലും ആരും നമ്മൾ ബോഡി ഷെയ്മിങ് ചെയ്യരുത്. അതെന്താ, അത് വലിയൊരു തെറ്റാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്.
പ്ലീസ് ഇനിയെങ്കിലും നിങ്ങൾ അങ്ങനെ ഒന്ന് ബോഡി ഷെയ്മിംഗ് ഒന്നും ചെയ്യാതിരിക്കുക. പിന്നെ അടുത്തതായിട്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, അതൊന്ന് കണ്ടു നോക്കാം. അടുത്തതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്ന ഈ ഒരു വീഡിയോ ആണ് കേട്ടോ. ഈ വീഡിയോക്ക് വന്ന കമന്റ്സ് എന്താണെന്ന് അറിയാമോ? ദേ പല്ലി ന്യൂ ലുക്ക് ഒരാളിട്ട ഒരു കമന്റാണ്. എല്ലാ മനുഷ്യർക്കും അവരുടേതായ സൗന്ദര്യവും കഴിവും ഒക്കെ ഉണ്ട്. അത് നമ്മൾ ആസ്വദിച്ചില്ലെങ്കിലും അതിനെ അപമാനിക്കാതിരിക്കുക. എല്ലാവരും വ്യത്യസ്തരാണ് അല്ലെ? എല്ലാവരും വ്യത്യസ്തരാണ്. അവരുടേതായിട്ടുള്ള സൗന്ദര്യങ്ങളും അവരുടേതായിട്ട് കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അതിനെ ആസ്വദിക്കാൻ പോയില്ലേലും പ്രശ്നമില്ല, അതിനെ വിമർശിക്കാതിരിക്കുക, അവരെ ബോഡി ഷെയിം ചെയ്യാതിരിക്കുക. പല്ലി ലുക്ക് അങ്ങനെയൊക്കെ പറയുമ്പോൾ ആർക്കും അത് അത് കേൾക്കുമ്പോൾ ഒരു വല്ലാത്തൊരു, എനിക്ക് എന്തായാലും അത് വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട് അവരെ അങ്ങനെയൊക്കെ പറയുമ്പോൾ. പിന്നെ വേറെ കുറച്ച് ടീം പറഞ്ഞതാണ് അവരൊരു ട്രാൻസ്ജെൻഡറിനെ പോലെയൊക്കെയാണ് ഇരിക്കുന്നതെന്ന്. ട്രാൻസ്ജെൻഡേഴ്സിന് എന്താ കുഴപ്പം? അവരിപ്പോ നമ്മുടെ സമൂഹത്തിൽ അവരും നമ്മളെപ്പോലുള്ള മനുഷ്യർ തന്നെയാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്, അവരുടേതായ ജീവിതങ്ങളുണ്ട്. അവരെല്ലാവരും എങ്ങനെ വേണേലും ജീവിച്ചോട്ടെ. നമ്മൾ എന്തിനാണ് അതിനെ കയറി വിമർശിക്കാനും ഇങ്ങനെയൊക്കെ കുറ്റപ്പെടുത്താനും ബോഡി ഷെയ്മിങ് ചെയ്യാനും പോകുന്നത്? എന്തിനാണ്? മെലിഞ്ഞതിന്റെ പേരിലും വണ്ണം വെക്കുന്നതിന്റെ പേരിലും എല്ലാവരും ഓരോന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഇപ്പോൾ ഞാനാണെങ്കിലും ചെറുപ്പത്തിൽ എനിക്ക് നല്ല രീതിയിൽ വണ്ണം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ എൻ്റെ കൂട്ടുകാരുടെ ഇടയിലാണെങ്കിലും ഞാൻ ഒത്തിരി കളിയാക്കലും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ബോഡി ഷെയ്മിങ്ങിനെ പറ്റി എനിക്ക് നല്ല രീതിയിൽ അറിയാം. അത് എത്രമാത്രം നമ്മുടെ ഉള്ളിൽ സങ്കടം ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ആരും ബോഡി ഷെയ്മിങ് ചെയ്യാൻ പോകരുത്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഭംഗിയുണ്ട്, കഴിവുണ്ട്. എല്ലാവരും വ്യത്യസ്തരാണ്. അത് നമ്മൾ അംഗീകരിക്കാനായിട്ട് പഠിക്കണം. പബ്ലിക്കായിട്ട് വന്നിട്ട് ബോഡി ഷെയ്മിങ് ചെയ്യുക, അതും വളരെ ലാഘവത്തോടെയാണ് എല്ലാവരും കമന്റ്സ് ഇടുന്നത്. അതൊരു നിസ്സാര കാര്യമായിട്ടാണ് നിങ്ങൾ എല്ലാവരും കരുതുന്നത്. അത് വലിയൊരു തെറ്റാണ്. അത് യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമില് ഒത്തിരി ജനങ്ങൾ കാണുന്നതാണ് നമ്മളിടുന്ന കമന്റ്സ്, ഒത്തിരി പേര് വായിക്കുന്നതാണ് കമന്റ്സ്. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. അതെന്തുമാത്രം അത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് നമുക്കറിയില്ല, അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. ഇനിയെങ്കിലും ആരും ഇങ്ങനെയൊന്നും പറയാതിരിക്കുക. ഒരു വ്യക്തിയെ ഇത്രയും അധികം മോശമായ രീതിയിൽ അവരെ പറ്റി പറയാതിരിക്കുക. എൻ്റെ ഒരു റിക്വസ്റ്റാണ്. കാരണം അവരെ പോലൊരു പെൺകുട്ടി തന്നെയാണ് ഞാനും. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇങ്ങനൊരു റിയാക്ഷൻ വീഡിയോ ഇടണമെന്ന് ഞാൻ ഒട്ടും തന്നെ കരുതിയതല്ല. എങ്കിലും ഇതൊക്കെ കാണുമ്പോൾ പറയാതിരിക്കാനും പറ്റുന്നില്ല. വേറെ ഒന്നും പറയാനില്ല. ഒരു മാനസിക പരിഗണന അവരോട് കാണിക്കാം. ഓക്കെ, ബൈ.